എല്ലാവർക്കും നമസ്കാരം. 2015 നോർത്താംപ്സ് എന്നുള്ള സ്ഥാപനം ആരംഭിച്ചു. ആദ്യത്തെ മാസം ഒരു സിംഗിൾ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചത്. പിന്നീടുള്ള മാസങ്ങളിൽ നമ്മളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹോം കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളായിരുന്നു. ആദ്യം നമ്മൾ കൊടുത്തത് ഫൈബർ മെറ്റീരിയലിലുള്ള ഒരു ഹോം കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഉദ്ദേശിച്ചതുപോലെ അത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കിത് ടെറാക്കോട്ട മെറ്റീരിയലിലുള്ള കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ എവിടെ ലഭ്യമാകുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് എരൂരുള്ള ടെറാക്രാഫ്റ്റിലുള്ള ജയൻ ചേട്ടൻ ഈ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യേണ്ടെന്നുള്ളതും അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള ബയോ ഡൈജസ്റ്റർ പോട്ടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് സമ്മതിക്കുകയും അത് ആവശ്യമുള്ള ആളുകൾക്ക് വീടുകളിൽ എത്തിച്ച് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ള പരിശീലനം നൽകുന്ന ആ ഒരു പ്രവർത്തനമായിരുന്നു ആദ്യത്തെ 3 മാസങ്ങളിൽ നടക്കുകയും അത് ഒരു ഡിസംബറൊക്കെ ആയപ്പോഴേക്കും നമുക്ക് റോട്ടറി ക്ലബ്ബുമായിട്ട് ചേർന്നുകൊണ്ട് ഏകദേശം കൊച്ചി സിറ്റിയിലെ 25 വീടുകൾക്ക് ഈ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും ഇത് ഉപയോഗിക്കേണ്ട പരിശീലനം ഉൾപ്പെടെ കൊടുക്കുക. അപ്പോൾ ഈ ബയോപോട്ട് യൂണിറ്റ് എരൂരുള്ള ടെറാക്രാഫ്റ്റിൽ നിർമ്മിക്കുന്നു. അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി നമ്മളുടെ ഓഫീസിനോട് ചേർന്നും വീടിനോട് ചേർന്നുമൊക്കെ ആയിട്ട് സൂക്ഷിക്കുന്നു. പിന്നീട് ആവശ്യാനുസരണം അത് സ്വന്തം വണ്ടിയിൽ തന്നെ കയറ്റി വീടുകളിൽ എത്തിച്ചു കൊടുത്ത് അതിൻ്റെ പരിശീലനം നൽകുന്ന രൂപത്തിലാണ് ആദ്യത്തെ 2-3 മാസം നടന്നു പോയത്. സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വയം തൊഴിൽ എന്ന രൂപത്തിലാണ് മുന്നോട്ട് പോയത്. സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ തൃപ്പൂണിത്തുറയിൽ ഇരുമ്പനം സിഗ്നലിൻ്റെ അടുത്തായിട്ടൊരു റൂമിൽ ചെറിയൊരു ഓഫീസ് സ്പേസ് ആയിട്ട് തുടങ്ങുകയും ആ അഡ്രസ്സിലാണ് നമ്മൾ വാറ്റിൻ്റെയും അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ് എല്ലാം എടുത്തിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ചിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളിൽ ഇതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സ്പേസ് എന്ന് പറയാവുന്ന അപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു അവസരം തന്നത് ആൻഡ ബിൽഡേഴ്സാണ്. നന്ദിയോടുകൂടി തന്നെ ആ ഒരു ബ്രാൻഡിനെ ഓർക്കുന്നു. ആൻഡ ബിൽഡേഴ്സാണ് നമുക്ക് ആദ്യമായിട്ടൊരു കമ്മ്യൂണിറ്റി സ്പേസിൽ കമ്പോസ്റ്റിംഗ് ഡിവൈസസ് എന്നുള്ളൊരു അവസരം നൽകുകയും അത് വളരെ വിജയകരമായിട്ട് നമുക്ക് സ്ഥാപിക്കുന്നതിന് സാധിച്ചു. പിന്നീട് തൃപ്പൂണിത്തുറയിലുള്ള 2-3 ബിൽഡേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് വിവിധ പ്രൊജക്റ്റുകളിൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ നൽകുന്നതിനും അതിൻ്റെ മോണിറ്ററിങ് അനുദിനമുള്ള മോണിറ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കി അത് ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കുന്നതിന് സാധിച്ചു. 2015 നവംബർ മുതൽ 2016 മാർച്ച് വരെയുള്ള സമയം കൂടുതലും കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചും അത് വീടുകളിൽ അതല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചു നൽകി അതൊരു പ്രൊഡക്റ്റായിട്ട് സെല്ല് ചെയ്യുന്നതിന് പകരം അതിൻ്റെ അനുദിനമുള്ള പ്രവർത്തനങ്ങളുടെ സൂപ്പർവൈസിങ്ങും മേൽനോട്ടവും ഏറ്റെടുത്തുകൊണ്ട് അത് വയ്ക്കുന്ന യൂണിറ്റുകളെല്ലാം സക്സസ്ഫുള്ളായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ആശയം അതല്ലെങ്കിൽ ആ ഒരു എത്തിക്സ് കീപ്പ് ചെയ്തത് മുന്നോട്ടുള്ള വർഷങ്ങളിലും നമ്മളുടെ ടീം ഡെവലപ്പ് ചെയ്തു വന്നപ്പോഴും അത് അങ്ങനെ തന്നെ പാലിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളിൽ പ്രത്യേകിച്ച് വീടുകളിൽ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളിൽ പല മെറ്റീരിയലിലുള്ള പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ടെറക്കോട്ട പോട്ട് അവൈലബിൾ ആണ്, കളിമണ്ണ് കൊണ്ടുള്ളത്. ഇനി സിമെൻറ്റിൻ്റെ തന്നെ റിംഗ് കമ്പോസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ഫൈബർ HDPE മെറ്റീരിയലിലുള്ള വിവിധ ബ്രാൻഡുകൾ ഇന്ന് ഇത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ടെറാക്കോട്ട മെറ്റീരിയലാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇതിന് റിസൾട്ട് തരുന്നത്. അതിൻ്റെ ഒരു കാരണം കമ്പോസ്റ്റിംഗ് പ്രോസസ്സിനകത്ത് വെള്ളത്തിൻ്റെ അംശം പരമാവധി കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് കമ്പോസ്റ്റ് ആവുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിടുന്ന ജൈവമാലിന്യത്തിൽ ഉള്ള ജലത്തിൻ്റെ അംശം ചെറിയ രൂപത്തിലൊക്കെ വലിച്ചെടുക്കുന്നതിന് ടെറാക്കോട്ട മെറ്റീരിയലിന് സാധിക്കുകയും എന്നാൽ അത് സിമൻറ്റിൻ്റെ ബേസിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ഫൈബർ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും ടെറാക്കോട്ടയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത് കൂടാതെ നമ്മൾ സസ്റ്റൈനബിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിലും അതല്ലെങ്കിൽ സർക്കുലാരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിലും നോക്കുമ്പോൾ ടെറാക്കോട്ട എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കമ്പാരിറ്റീവ്ലി സിമെൻറ്റ് പ്രൊഡക്റ്റുമായിട്ടും ഫൈബർ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ കാരണം ഇത് ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ തദ്ദേശീയരായിട്ടുള്ള ഈ കരകൗശല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊരു ജോലി സാധ്യതയുണ്ട്. രണ്ടാമത് ഇത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആകെ വരുന്ന
ഒരു ചെറിയൊരു പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് തീക്കകത്ത് ചുറ്റെടുക്കുമ്പോൾ ആ വരുന്ന ഒരു കാർബൺ എമിഷൻ മാത്രമാണ് സംഭവിക്കുന്നത്, ചെറിയ അളവിലുള്ള. ആ ഒരു ആസ്പെക്ട് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ രൂപത്തിലും ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. അത് ഉപയോഗിക്കുന്ന വീടുകളിലാണെങ്കിൽ നമുക്ക് ഗാർഡനിൽ വെച്ച് ഇത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വളരെ ചെറിയ സ്പേസിൽ വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഇൻ കേസ് ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമുക്കതൊന്ന് മോഡിഫൈ ചെയ്ത് നല്ലൊരു പെയിൻറ്റിങ് കൊടുത്ത് ഒരു ആർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് സാധിക്കും. ഇനി അതല്ല, ഇൻ കേസ് അതൊന്ന് ബ്രേക്കായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ വരുന്ന വേസ്റ്റ് ഒരിക്കലും പ്രകൃതിക്ക് ദോഷമില്ലാത്ത രൂപത്തിൽ നമുക്ക് സംസ്കരിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ആസ്പെക്ട്സിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഹോം കമ്പോസ്റ്റിങ്ങിന് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് ബയോഡൈജസ്റ്റർ പോട്ട്, അതല്ലെങ്കിൽ ടെറാക്കോട്ട മെറ്റീരിയലുള്ള പോട്ട്സ് ആണ്. നമ്മളുടെ ആദ്യ നാളുകളിൽ നമ്മളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഈ പറയുന്ന ടെറാക്കോട്ട്സ ആയതുകൊണ്ടും അതിനോടൊരു ഇമോഷണൽ ടച്ചും, എന്നാൽ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ കാര്യക്ഷമമായിട്ട് വീടുകളിലെ അടുക്കള മാലിന്യം സംസ്കരിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് കൊണ്ട് കൂടുതലായിട്ടും നോർത്താംസ് സജസ്റ്റ് ചെയ്യുന്നത് വീടുകൾക്ക് വേണ്ടിയിട്ട് ഹോം കമ്പോസ്റ്റിങ്ങിന് ബയോഡൈജസ്റ്റർ പോട്ടുകൾ, ടെറാക്കോട്ട പോട്ടുകളാണ് കൂടുതലായി സജസ്റ്റ് ചെയ്യുന്നത്. അതേസമയം കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ പോകുമ്പോൾ നമുക്കത് ടെറാക്കോട്ട മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അതിന് FRPയിലുള്ള ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന FRP മെറ്റീരിയലുള്ള ബിൻസും അതേപോലെ തന്നെ തുമ്പൂർ മൊഴി ബിന്നുകളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും. അപ്പോൾ കമ്പോസ്റ്റിങ്ങിനകത്ത് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ മനസ്സിലാക്കുകയും അത് ആളുകളിലേക്ക് പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള മോഡലാണ് നോർത്താംസ് മുന്നോട്ട് വയ്ക്കുന്നത്. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കുക എന്നതിലുപരി ആ കൊടുക്കുന്ന പ്രൊഡക്റ്റ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്ന ജൈവമാലിന്യ സംസ്കരണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമൊക്കെയാണ് നോർത്താംസിൻ്റെ വളർച്ചയ്ക്ക് ആദ്യകാലങ്ങളിൽ സഹായകരമായിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പോസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കുമ്പോൾ കമ്പോസ്റ്റിംഗ് ആദ്യ നാളുകളിൽ കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്ത് പരിശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് പോലെയാണ്. സൈക്കിൾ ചവിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പരിശീലനം കിട്ടിയാൽ കൈവിട്ട് ചവിട്ടാം, സ്പീഡിൽ ചവിട്ടാം, കണ്ണടച്ച് ചവിട്ടാം. ഇതൊന്നും റിസ്ക് ഇല്ല എന്നല്ല, റിസ്ക് ഉണ്ട്. എങ്കിലും നമ്മൾ കൈ അതല്ലെങ്കിൽ മെയ് അതിലേക്ക് വഴങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. എന്നതുപോലെ തന്നെ കമ്പോസ്റ്റിങ്ങിനകത്തും ആദ്യ നാളുകളിൽ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഹോം കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ ആദ്യ പാഠങ്ങൾ എങ്ങനെ വേസ്റ്റ് ഇടണമെന്നും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എത്ര വരെ നമുക്കതിൽ നിക്ഷേപിക്കാമെന്നും അതിനകത്ത് അഡ്സോർബൻ്റ് എത്ര മാത്രം ഇടണം, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എത്ര ഇട്ട് മിക്സ് ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ ഫെയിലിയറായി പോവുകയും അതിൽ നിന്ന് പുഴു വരുന്നതിനും ദുർഗന്ധം വരുന്നതിനുള്ള സാധ്യതകളുണ്ട്. വീടുകളിലെ ജൈവമാലിന്യം സംസ്കരിക്കുന്നതിന് ഒരു ചെറിയ വീടുകളാണെങ്കിൽ ഏറ്റവും ഉചിതം ഹോം കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളാണ്. അപ്പോൾ അതിലാണ് നോർത്താംസിൻ്റെ യാത്ര ആരംഭിക്കുകയും ഇന്നും വിജയകരമായിട്ട് ആ ഒരു ഡിവിഷൻ, അത് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്ന ഡിവിഷൻ്റെ അണ്ടറിൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മൾക്ക് 5000-ഓളം വീടുകളിൽ ഈ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഏകദേശം 500-ഓളം പ്രൊജക്റ്റുകളിൽ കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത്, അത് കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരും ചെന്നൈ പോലുള്ള മെട്രോ സിറ്റീസിലും നമുക്ക് ഈ യൂണിറ്റുകൾ സ്ഥാപിച്ച് സക്സസ്ഫുള്ളായിട്ട് അത് പ്രവർത്തിപ്പിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബ്രെഡ് ആൻഡ് ബട്ടർ കമ്പോസ്റ്റിംഗ് വെച്ചിട്ടായിരുന്നു. ആ കമ്പോസ്റ്റിങ്ങിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മളുടെ ടീം അത് വളരെ കാര്യക്ഷമമായിട്ട് ഇന്നത് പ്രവർത്തിപ്പിക്കുകയും അതല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കുകയും അതിനു വേണ്ടുന്ന സർവീസ് എല്ലാം ചെയ്തുകൊണ്ട് വിജയകരമായിട്ട് പോകുന്നു. Northams, leading to zero waste.